CPM പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്നും തുടരും. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നതിൽ ഇന്ന് തീരുമാനമുണ്ടാകുമോ എന്നതിലാണ് ആകാംക്ഷ. ഇന്നലെ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നില്ല. പരിഗണിച്ചാൽ സ്ഥാനം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് പിണറായി വിജയൻ മറുപടി പറഞ്ഞേക്കും. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവി ഇന്നലെ യോഗത്തിൽ ചർച്ച തുടങ്ങിയിരുന്നു. സംസ്ഥാന നേതൃത്വം എടുത്ത തീരുമാനങ്ങൾ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിക്ക് കാരണമായെന്ന യോഗത്തിൽ വിമർശനവും ഉയർന്നിരുന്നു. CPMന്റെ പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്നലെ ആരംഭിച്ചിരുന്നു. ഇന്നും അത് തുടരും. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരാകും എന്നതിൽ ഇന്ന് ഒരു തീരുമാനമുണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്നലെ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നില്ല. പരിഗണിച്ചാൽ ഈ ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ പിണറായി വിജയൻ ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുമോ എന്നത് സംബന്ധിച്ചും മറുപടി പറയാൻ പിണറായി വിജയൻ ഇത് സംബന്ധിച്ചൊരു മറുപടി പറയാൻ ഒരു സാഹചര്യമുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവി ഇന്നലെ യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു. സംസ്ഥാന നേതൃത്വം എടുത്ത തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിക്ക് കാരണമായി എന്നും യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു. മാസങ്ങളായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച ഏറ്റവും പുതിയ സമാധാന നിർദ്ദേശത്തെ പൂർണ്ണമായി തള്ളി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒട്ടും സ്വീകാര്യമല്ല എന്ന് വിശേഷിപ്പിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് നിർദ്ദേശം തള്ളിയത്. ഇറാൻ സമർപ്പിച്ച മറുപടി താൻ വായിച്ചുവെന്നും എന്നാൽ ഇതിലെ വ്യവസ്ഥകളോട് തനിക്ക് വിയോജിപ്പാണെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കി. വിവരങ്ങളുമായി കാർത്തു ചേരുന്നു. കാർത്തു, ഈ ഒരു ഇറാൻ സമാധാനത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ഇറാൻ സമർപ്പിച്ച നിർദ്ദേശത്തെയാണ് ഇപ്പോൾ പൂർണ്ണമായും ട്രംപ് തള്ളിക്കളയുന്നത്. ഇത് വീണ്ടും ഈ ഒരു പശ്ചിമേഷ്യ അശാന്തമാവുകയാണല്ലേ? ഈ ഒരു പശ്ചിമേഷ്യയിൽ ശാന്തി പടരുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ വീണ്ടും ഇത് അശാന്തമാവുകയാണോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും ദീപ്തി, എന്തായാലും നമ്മൾ കണ്ടതാണ് പശ്ചിമേഷ്യയിൽ യുദ്ധം മാറുന്നൊരു സാഹചര്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നപ്പോഴാണ് ഇപ്പോൾ മറ്റൊരു പ്രതികരണം കൂടി ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. യുദ്ധം തുടങ്ങി മാസങ്ങൾ പിന്നിടുമ്പോഴും ഈ ഒരു പശ്ചിമേഷ്യ അശാന്തമാകുക അല്ലെങ്കിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. മാസങ്ങളായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് ഇറാൻ തങ്ങളുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ ട്രംപ് പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു നിർദ്ദേശങ്ങൾ ഒട്ടും സ്വീകാര്യമല്ല എന്നൊരു വാക്ക്, ഒരു പ്രയോഗം ഉപയോഗിച്ചുകൊണ്ടാണ് ട്രംപ് ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു നിമിഷം നമുക്ക് മനസ്സിലാക്കാനടക്കം സാധിക്കുന്നത്. ഇറാൻ സമർപ്പിച്ച മറുപടി താൻ പൂർണ്ണമായും വായിച്ചിരുന്നുവെന്നും എന്നാൽ ഇതിലെ വ്യവസ്ഥകളോട് തനിക്ക് ഒട്ടും യോജിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ട്രംപ് പൂർണ്ണമായും തള്ളിക്കളയുന്നത്. ഇതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുദ്ധത്തിന് ശാശ്വത പരിഹാരം വേണം. ലബനനിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കണം. ഹോർമൂസിൽ കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കണം. ഇറാന് മേലുള്ള സാമ്പത്തിക ഉപരോധം പിൻവലിക്കണം. ഇറാൻ എണ്ണയുടെ ഉപരോധം നീക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളായിരുന്നു ഇറാൻ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ നിർദ്ദേശങ്ങളാണ് ട്രംപ് പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വെടിനിർത്തൽ എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിക്കാമെന്നൊരു വെല്ലുവിളി കൂടി ട്രംപ് ഇതിലൂടെ മുന്നോട്ട് വെക്കുകയാണ്. നമ്മൾ കണ്ടതാണ് സമാധാന ചർച്ചയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വെടിനിർത്തൽ അടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും തള്ളുന്നതോടെ വേണമെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന വെടിനിർത്തൽ അടക്കം മാറാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വെല്ലുവിളി കൂടി ട്രംപ് മുന്നോട്ട് വെക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടെ എണ്ണവില കൂടുതൽ ഉയരാനുള്ള സാധ്യതയും നിലവിലുണ്ട്. ഇതിന് പുറമെ തന്നെ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നാവികസേന ഹോർമൂസിൽ വിന്യസിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നതോടെ സാഹചര്യം കൂടുതൽ ദുഷ്കരമാകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം നമുക്ക് അറിയാവുന്നതുപോലെ ഹോർമൂസിൽ തുടരുന്ന ഈ ഹോർമൂസിൽ വളരെയധികം കാര്യങ്ങൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി തങ്ങളുടെ പടക്കപ്പലുകൾ ഹോർമൂസ് തീരത്ത് വിന്യസിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൂടാതെ തന്നെ ആണവ പദ്ധതിയിൽ നിന്ന് ഇറാൻ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഇറാൻ ഉള്ളത്. ഈ ഒരു നിലപാടാണ് ട്രംപിനെ കൂടുതൽ ചൊടിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച ചർച്ച പിന്നീടാകാമെന്ന് ഇറാൻ അറിയിക്കുമ്പോഴും എന്നാൽ അതിന് തങ്ങൾ വഴങ്ങില്ല എന്ന കാര്യമാണ്
ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാടാണ് കഴിഞ്ഞ മാസങ്ങളായി ട്രംപ് സ്വീകരിച്ചു വരുന്നത്. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കുക എന്നതാണ് ട്രംപിന്റെ നിലപാട്. ഈ ഒരു ഉപാധി എന്നാൽ ടെഹ്റാൻ അംഗീകരിക്കാത്തതാണ് ഇത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ വഷളാക്കുന്ന സാഹചര്യത്തിലേക്ക് കടക്കുന്നത്. ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളടക്കം ട്രംപ് തള്ളാൻ കാരണം ഈ ഒരു സാഹചര്യം തന്നെയാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടിയതോടെയാണ് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്നതെന്ന് കൂടി നമ്മൾക്ക് പറയാൻ സാധിക്കും. വിട്ടുവീഴ്ചകളില്ലാതെ ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഹോർമൂസ് അല്ലെങ്കിൽ പശ്ചിമേഷ്യ കൂടുതൽ അശാന്തമാകുക തന്നെയാണ് ചെയ്യുന്നത്. ഒരു ശാശ്വത വെടിനിർത്തലിലേക്കുള്ള പാത ദുഷ്കരമാകുന്നു എന്ന് കൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് ഇറാൻ തങ്ങളുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ അത് വായിച്ചിരുന്നു താൻ, എന്നാൽ അതിനെ ഒട്ടും സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതിനാൽ തന്നെ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് എന്നൊരു കാര്യമാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കുന്നത്. കീഴടങ്ങലോ വിട്ടുവീഴ്ചയോ ഉണ്ടാവില്ല എന്ന് ഇറാൻ പ്രസിഡന്റും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതോടെ ഇനി വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. പശ്ചിമേഷ്യയിൽ അശാന്തമായി തുടരുന്ന സാഹചര്യം കഴിഞ്ഞ മാസങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ്. അതിന്റെ ബുദ്ധിമുട്ട് ഇന്ത്യയിലടക്കം നമ്മൾ അനുഭവിച്ചതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ നില മെച്ചപ്പെടുമെന്ന് നമ്മൾ കരുതിയ സാഹചര്യത്തിൽ നിന്ന് കാര്യങ്ങൾ വഴിമാറി സഞ്ചരിക്കുകയാണ്. ട്രംപ് കൂടുതൽ നിലപാട് ഘടിപ്പിക്കുമ്പോൾ പശ്ചിമേഷ്യ കൂടുതൽ അശാന്തമായി തുടരുമ്പോൾ ഇനിയും സംഘർഷം തുടരാൻ തന്നെയായിരിക്കാം ദീപ്തി സാധ്യത. ശരി, എന്തായാലും മാസങ്ങളായി തുടർന്ന യുദ്ധം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച ഏറ്റവും പുതിയ സമാധാന നിർദ്ദേശത്തെയാണ് ഇപ്പോൾ ട്രംപ് പൂർണ്ണമായും തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഒട്ടും സ്വീകാര്യമല്ല എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ട്രംപ് ഈ ഒരു നിർദ്ദേശത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇറാൻ സമർപ്പിച്ച മറുപടി താൻ വായിച്ചുവെന്നും എന്നാൽ ഇതിലെ വ്യവസ്ഥകളോട് തനിക്ക് വിയോജിപ്പാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കുകയായിരുന്നു. കാർത്തുവാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം നിയന്ത്രിക്കണം. ഇതിനായി വർക്ക് ഫ്രം ഹോം, കാർ പൂളിംഗ് പോലുള്ള രീതികൾ പ്രോത്സാഹിപ്പിക്കണം. മെട്രോ പോലുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരണം സംരക്ഷിക്കുന്നതിനായി വിദേശ യാത്രകളും വിദേശത്ത് നടത്തുന്ന വിവാഹങ്ങളും ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. അടുത്തൊരു വർഷത്തേക്ക് അത്യാവശ്യമല്ലാത്ത സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുന്നത്. ഈ ഒരു കോവിഡിന് സമാനമായ നിയന്ത്രണങ്ങൾ പാലിക്കണം എന്നതാണ് ഇന്നലെ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം പരമാവധി നിയന്ത്രിക്കണം എന്നതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇതിനായി വർക്ക് ഫ്രം ഹോം പോലുള്ള നടപടികളിലേക്ക് കടക്കണം. അതുപോലെ തന്നെ കാർ പൂളിംഗ്, അതായത് ഒരു വാഹനത്തിൽ 2-3 പേർ സഞ്ചരിക്കുന്ന ഒറ്റയ്ക്ക് ഓരോ വാഹനങ്ങളിൽ പോകുന്ന രീതി പരമാവധി ഒഴിവാക്കണം എന്നതാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത്തരം രീതികളെല്ലാം പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. മെട്രോ പോലുള്ള പൊതുഗതാഗതത്തെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരണം സംരക്ഷിക്കുന്നതിനായി വിദേശ യാത്രകളും അതുപോലെ തന്നെ വിദേശത്ത് നടത്തുന്ന വിവാഹങ്ങളും പരമാവധി ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നുണ്ട്. അടുത്തൊരു വർഷത്തേക്ക് അത്യാവശ്യമല്ലാത്ത സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ രാജ്യത്ത് കോവിഡ് കാലം പോലെ നിയന്ത്രണം വേണമെന്ന് ആഹ്വാനം ചെയ്തതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സംഘർഷം 3 മാസം പിന്നിട്ടിട്ടും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രധാനമന്ത്രി പരാജയപ്പെട്ടു എന്നും ഇതിലൂടെ വ്യക്തമാക്കുന്നതാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. രാജ്യം നേരിടാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം സാധാരണക്കാരെ ദുരിതത്തിലേക്ക് തള്ളിവിടാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. തെരഞ്ഞെടുപ്പുകൾക്കും രാഷ്ട്രീയത്തിനും മാത്രം മുൻഗണന നൽകുന്ന സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം രാജ്യം കടുത്ത സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുകയാണെന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും
ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ ഇന്ധനശേഖരം ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് കോവിഡ് കാലം പോലെ നിയന്ത്രണം വേണമെന്ന് ആഹ്വാനം ചെയ്തത്. ഇതിലിപ്പോൾ രൂക്ഷമായ രീതിയിൽ തന്നെ വിമർശനവുമായി പല നേതാക്കളും രംഗത്തെത്തുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP രംഗത്തെത്തിയിരിക്കുകയാണ്. സംഘർഷം 3 മാസം പിന്നിട്ടിട്ടും പശ്ചിമേഷ്യൻ സംഘർഷം 3 മാസം പിന്നിട്ടിട്ടും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രധാനമന്ത്രി പരാജയപ്പെട്ടു എന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ് എന്നതാണ് KC വേണുഗോപാൽ പറയുന്നത്. രാജ്യം നേരിടാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം സാധാരണക്കാരെ ദുരിതത്തിലേക്ക് തള്ളിവിടാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പുകൾക്കും രാഷ്ട്രീയത്തിനും മാത്രം മുൻഗണന നൽകുന്ന സർക്കാരിന്റെ പിടിപ്പുകേട് മൂലമാണ് രാജ്യം കടുത്ത സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുകയാണ് എന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ആവശ്യമായ ഇന്ധനശേഖരണം ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു.